ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ മറ്റൊന്ന്, സുബഹിക്ക് ശേഷം പള്ളിയിലിരുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്യാമോ എന്നാണ്. ഒരാൾ നമസ്കരിച്ചതിൻ്റെ കൂലി മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്യാമോ എന്നാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ആര് ചെയ്തുവോ അതവൻ കണ്ടെത്തും, തിന്മയും അപ്രകാരം തന്നെയാണ്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരാൾ മറ്റൊരാളുടെ പാപഭാരം വഹിക്കേണ്ടി വരികയില്ല. ഒരാൾ ചെയ്ത നന്മയുടെ കൂലി മറ്റൊരാൾക്ക് ലഭിക്കുകയോ ഒരാൾ ചെയ്ത തിന്മയുടെ ശിക്ഷ മറ്റൊരാൾക്ക് ലഭിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരാൾ ചെയ്ത നന്മ അയാളുടെ മരണശേഷവും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ നന്മ മറ്റുള്ള ആളുകളിലേക്ക് ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും. അതിൽപ്പെട്ടതാണ് ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോയി. 3 കാര്യങ്ങളൊഴിച്ച്: 1 ഉപകാരപ്രദമായ അറിവ്, 2 സദഖത്തുൻ ജാരിയ, 3 വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പോൾ ആ സന്താനത്തിൻ്റെ പ്രാർത്ഥന, അതുകൊണ്ട് മറ്റു ചില ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, റബ്ബേ, ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ ഈ ഉന്നതിയിലെത്തിയത്? ബിസ്തിഗ്ഫാരി വലദിക ലക്. നിൻ്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയ കാരണത്താലാണെന്ന്. വാപ്പ മരിച്ചു പോയി കഴിഞ്ഞാലും വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ചെയ്യുന്ന ഇബാദത്ത്, പ്രത്യേകിച്ച് നമസ്കാരം, അത് മറ്റൊരാൾക്ക് വേണ്ടി ഹദിയ ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക്, ഹജ്ജോ ഉംറയോ ചെയ്ത ആളുകൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് എന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ നല്ല രൂപത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ, ഇസ്ലാമികമായി വളർത്തി, ഖുർആൻ പഠിപ്പിച്ചു, ദീനിയായ ചിട്ടകൾ പഠിപ്പിച്ചു, നമസ്കാരം പഠിപ്പിച്ചു, അതൊക്കെ ആ മക്കൾ ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കൾ അവരെ പഠിപ്പിച്ചു എന്ന കാരണത്താൽ അതിൻ്റെ കൂലി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ ഞാൻ നിസ്കരിച്ചതിൻ്റെ കൂലി പടച്ചോനെ ഇന്ന ആൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ നമസ്കാരം മറ്റുള്ള ആളുകൾക്ക് ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം കാണുവാൻ സാധിക്കുകയില്ല.